പ്രിയപ്പെട്ട അമ്മമാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ടീച്ചർമാരുണ്ട് ഇവിടെ, എൻ്റെ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് പേരെയൊക്കെ എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്, കുറച്ച് പേരെ എനിക്ക് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. പക്ഷേ എല്ലാവരെയും ഇങ്ങനെയൊരു വേദിയിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തൊരു പേഷ്യൻറ്റിൻ്റെ ആണ് പറഞ്ഞത്, ഇങ്ങനെയൊരു ക്ലാസ് ഉണ്ട്, നമ്മുടെ അമ്മമാർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയാണ് ഞാനത് സ്വീകരിച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വേദിയിൽ നിങ്ങളുടെയൊക്കെ അടുത്ത് കുറച്ച് 2 വാക്കുകൾ സംസാരിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. ഇത്രയും പ്രായമായ ഈ ഒരു ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അവരുടെ എല്ലാ പൂർണ്ണതയോടും കൂടി നേടിയതിനു ശേഷം നമ്മളിങ്ങനെ ഒരു റിട്ടയർമെന്റ് ലൈഫ് എല്ലാവരും ആസ്വദിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും ആസ്വദിക്കുന്ന ആ അമ്മമാരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് കവിതകളൊക്കെ ഇടയ്ക്ക് വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ കുറച്ചൊന്ന് പഠിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച 3 കവിതകളാണ് എൻ്റെ മനസ്സിൽ, കവിതകളുടെ ഒരു ഭാഗങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ട്, ONV കുറിച്ച് കേട്ടിട്ടുണ്ട്, സുഗതകുമാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സാവിത്രി അശോകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കവിതകൾ എഴുതുന്ന ആളുകളുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ട്, മുത്തശ്ശൻ എവിടെയെന്ന് പറഞ്ഞൊരു കവിത ONV എഴുതിയിട്ടുണ്ട്. എവിടേക്ക് പോയി നമ്മുടെ മുത്തശ്ശൻ, എവിടേക്ക് പോയതാണ് എൻ്റെ ഉണ്ണി, ഇവിടെ തൊടിയിൽ എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടാവാം, ചാഞ്ഞ പടവലത്തിൻ പന്തൽ നേരെയാക്കാൻ, പുഴവക്കത്തെവിടെയോ പോയി നിൽക്കുന്നുണ്ടാവാം പൊന്മാനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതി ONV ഒരു മുത്തശ്ശനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഗതകുമാരി ഇതാണോ വാർദ്ധക്യം എന്ന് പറഞ്ഞൊരു കവിത എഴുതിനെ. ഇതോ വാർദ്ധക്യം, മറന്നോ ഞാൻ പൂക്കളെ, ചെടികളെ, മണിച്ചിരികളെ, മതിച്ചൊഴുകുന്ന നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പാടത്തെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുഗതകുമാരി അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാവിത്രി രാജീവൻ അവരുടെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ പാടുന്ന ഒരു കവിതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈവിട്ടു പോകരുത് നിങ്ങളുടെ കുഞ്ഞിനെ പോലെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ കുളിപ്പിക്കുമ്പോൾ, ആ ഉടൽ വീണു പോകരുത്. അവരുടെ കയ്യിൽ നിങ്ങൾ കുലുക്കിയ വളകളുണ്ടാവാം, അതെന്നേ ഊരിപ്പോയിരിക്കുന്നു. അവരുടെ ചെറുവിരലിൽ നിങ്ങൾ കടിച്ചു മുറിച്ച മോതിരമുണ്ടാവാം, അതൊക്കെ എന്നെ അഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അവരെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത്, ആ കണ്ണുകളിൽ ആ സോപ്പിന്റെ പത വീണു പോകരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന സാവിത്രി രാജീവന്റെ ഒരു കവിതയും കൂടിയുണ്ട്. അപ്പൊ ഇത് 3 ആസ്പെക്റ്റുകളാണ് ഈ കവിതകളിൽ ഞാൻ വായിച്ചത്. അത് 3 ആസ്പെക്റ്റുകൾ വന്നാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടും കുറച്ച് ചേഞ്ചുകൾ വരും. അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്കിന്നിൽ കളർ ചേഞ്ച് വരും, സ്കിന്നുകൾ ചുളിയും, തലമുടി നരയ്ക്കും, നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള അവയവങ്ങൾ, ഹൃദയത്തിലെ പേശികളുടെ ആ ഒരു കട്ടി കൂടും, തലച്ചോറിലെ കോശങ്ങൾ കുറയും, തലച്ചോറിലെ കോടിക്കണക്കിന് നാഡീകോശങ്ങളുള്ളതിൽ തലച്ചോറിലെ ആ നാഡീകോശങ്ങൾ കുറഞ്ഞു പോകും, നമ്മുടെ ശ്വാസകോശം കുറച്ചുകൂടെ കട്ടിയാവും, നമ്മുടെ ഹോർമോണുകൾ, സ്ത്രീകളിൽ പ്രധാനമായി അവരുടെ ഹോർമോണുകളുടെ കുറവ് വരും. അപ്പം അങ്ങനെ പല ഭാഗങ്ങളും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുന്നൊരു സമയമാണ് ഒരു 50 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലാണ്. തലച്ചോറ് ഞാൻ പറഞ്ഞു കോടാണ്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഓർമ്മകളും നമ്മുടെ എല്ലാ വികാരങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ തലച്ചോറിലെ നാഡീകോശങ്ങളുടെ ഇടയ്ക്കുള്ള സൈനാപ്സുകളാണ്. ആ സൈനാപ്സുകളിലെ ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ അത് കുറഞ്ഞു പോകും. അപ്പോൾ തലച്ചോറിലെ ആ നാഡികളെ സപ്പോർട്ട് ചെയ്യുന്ന കോശങ്ങൾ കുറഞ്ഞു പോകും. മനസ്സിൽ തന്നെ സ്വാഭാവികമായും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ തീരുമാനങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടും ആ ഒരു മനസ്സിലെ ചേഞ്ച് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു മാറ്റം പ്രത്യക്ഷപ്പെടുന്നത് ചിലർക്ക് നേരത്തെ പ്രത്യക്ഷപ്പെടും. പലപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 70 വയസ്സിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് പ്രായമാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പ്രായമാകുമ്പോഴാണ് അവർക്ക് പ്രായമാവുന്നത്. തിക്കുറിശിയോട് ചോദിച്ചു, തിക്കുറിശി എന്ന് കേട്ടില്ലേ, പഴയൊരു നടനാണ് തിക്കുറിശിയുടെ തലമുടി നരച്ചിരിക്കുന്നത് കണ്ടിട്ട്
നരച്ചിട്ട് കുറച്ച് നരച്ചിട്ടുള്ളൂ, കുറച്ചിങ്ങനെ നരച്ചിട്ട്. തിക്കുറിശോട് ചോദിച്ചു, ഇത്രയും പ്രായമായിട്ടും ഈ തലമുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കുറച്ചേ നരച്ചുള്ളല്ലോ എന്ന് ചോദിച്ചപ്പോൾ തിക്കുറിശ് പറഞ്ഞു, ആ നരച്ചു പോയത് എൻ്റെ ശരീരമാണ്, ആ കറുത്തിരിക്കുന്നത് എൻ്റെ ഹൃദയമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എപ്പോൾ പ്രായമാവുമോ അപ്പോഴേ ഉള്ളൂ നമുക്ക് പ്രായമാവുള്ളൂ. നമ്മുടെ ശരീരത്തിന് പ്രായമാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ബയോളജിക്കൽ ചേഞ്ചാണ്. മനുഷ്യന് എന്താ പറയുക, ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവന് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന മാറ്റങ്ങൾ ആ ശരീരത്തിൽ ഉണ്ടാവുമെന്നുള്ളതൊരു പ്രകൃതി നിയമമാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ എത്രയും പൂർണ്ണതയോടുകൂടി നമ്മൾ എൻജോയ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സാർത്ഥകമാകുന്നത് എന്നാണ് ONV ആ മുത്തശ്ശനിൽ പറഞ്ഞത്, ആ കവിതയിൽ പറഞ്ഞത്. അപ്പോൾ ആ കവിതയിൽ കവി പറയുന്നത് എന്താ വെച്ചാൽ, ആ മുത്തശ്ശൻ വളരെ പോസിറ്റീവായിട്ടുള്ള ആളാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ആൾ. ആ കുട്ടി എപ്പോഴും മുത്തശ്ശനെ തരുന്ന, മുത്തശ്ശൻ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരാളായിട്ടാണ് മുത്തശ്ശൻ കാണുന്നത്. വളരെ ജോയ്ഫുള്ളാണ്, എന്ത് കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളായിരുന്നു മുത്തശ്ശൻ. തൊടിയിൽ പോയി ആ പടവലം ചെരിഞ്ഞു വീണ് കിടക്കുന്ന അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്ന ആളായിരുന്നില്ല. അത് നൂർത്തു വെക്കാനായിട്ട് ഒരു കമ്പ് കുത്തി കൊടുക്കുമായിരുന്നു. ആ പൂവാലി പശുവിന് വയറ് നിറഞ്ഞ് അത് പ്രസവിക്കാറായി, അതിനൊരു പടി വൈക്കോല് കൊടുക്കാനായിട്ട് നോക്കുമായിരുന്നു മുത്തശ്ശൻ. പിന്നെ ഉണ്ണിക്ക് അടുത്ത തിരുവോണത്തിന് കഴിക്കാൻ പഴം വേണ്ടേ, അപ്പോൾ ഒരു വാഴക്ക വിത്ത് കുഴിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്ന മുത്തശ്ശനായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും അതൊക്കെ ഉണ്ണിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ പശുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആ പാടത്ത് പുഴയുടെ സൈഡിലൂടെ പോയി ആ പുഴവക്കത്തിരുന്ന് അവിടെ ആ പുഴയിലൂടെ ഒഴുകി വരുന്ന മീനിനെ നോക്കുമായിരുന്നു. അതുവഴി ആ മീനിനെ കൊത്തി പറന്നു പോകുന്ന പൊന്മാനെ വഴക്ക് പറയുമായിരുന്നു, എന്തിനാ ഈ മീനെ കൊത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വന്തം സന്തോഷങ്ങളും മറ്റുള്ളവരുടെ സന്തോഷങ്ങളും വളരെ പെർഫെക്റ്റായി കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു മുത്തശ്ശൻ. അതുകൊണ്ടാണ് ആ മുത്തശ്ശനെ ഉണ്ണിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായത്. മനസ്സിലായി? വിഷമം വന്നാൽ എങ്ങനെയാണ്, നമുക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി ജീവിക്കണം. അതാണ് ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഇൻ ലൈഫ് എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ പോസിറ്റിവിറ്റി. നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും എല്ലാവരുടെ ലൈഫിൽ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വി വിൽ ബി പോസിറ്റീവ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് ആ ഒരു ചെറിയ കവിതയിൽ കണ്ടത്. പക്ഷേ അതിനപ്പുറം സുഗതകുമാരി പറയുന്നുണ്ട് എന്താണ് വാർദ്ധക്യമെന്ന്. വാർദ്ധക്യത്തിന് ഞാൻ പലതും മറന്നു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ മണിച്ചിരികളെ ഞാൻ മറന്നു പോകുന്നു, നിലാവിനെ കണ്ടത് ഞാൻ മറന്നു പോകുന്നു, ഞാൻ എന്താ പറയുക എൻ്റെ ചിരികളെ ഞാൻ മറന്നു പോകുന്നു എന്നൊക്കെ സുഗതകുമാരി. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അതിനെയെല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് ലൈഫിൽ വളരെ ജോയ്ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയുക ഓരോ നിമിഷത്തെയും ജീവിക്കുമ്പോഴാണ് നമ്മൾ പ്രായമാകുന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നത്. മനസ്സിലായില്ലേ? പ്രായമാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു ജീവിത സത്യമാണ്. അത് നമ്മൾ മറന്നു പോകുന്ന എപ്പോഴാണ്? നമ്മൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനേ നേരമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഇത് കുറച്ചൊരു ഈ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റാണ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട്, നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് ജീവിക്കണം, എങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം എന്നുള്ളത് ചെറിയ ഈ കവിതയിൽ ONV പറഞ്ഞത് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ആരോഗ്യപരമായ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. നമ്മൾ പ്രായമാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ലൈഫിൽ കുറച്ച് എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം, നമ്മുടെ പ്രായം. അപ്പം ആ പ്രായത്തെ നമുക്ക് നമ്മുടെ എന്തൊക്കെ അവയവങ്ങളെ നമ്മൾ ബാധിക്കുന്നുണ്ട് എന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടെ ഞാൻ കുറച്ച് പറഞ്ഞു തരാം. അതായത് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു. നമുക്കൊരു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി മുമ്പോട്ടേക്ക് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജോയ്ഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെയൊക്കെ വെച്ച് എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട്, നമുക്കിപ്പോൾ ഒരു കാലിനൊരു വേദന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടിനൊരു വേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു നടക്കാനൊക്കെ പ്രയാസമുണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് പെട്ടെന്ന് വരത്തില്ലല്ലോ, സ്വാഭാവികമായിട്ട് വരത്തില്ല. ദാറ്റ് ഈസ് ഒരു തിയറി അല്ല, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം വരുമല്ലോ. അപ്പം നമുക്ക് പോസിറ്റീവ് ലൈഫ് വരില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, വീട്ടിൽ കുട്ടികളൊക്കെ പഠിച്ച് വിദേശത്ത് പോയി നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എപ്പോഴും പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് ആളുകളിപ്പോൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വിജയ് എന്ന് പറഞ്ഞ ചേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫ് മോഹന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയും അവർ ചായക്കട നടത്തുന്നവരാണ്. അവർ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ആ ചായക്കടയിൽ ചായ വിറ്റുണ്ടാക്കുന്ന പൈസ കൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടക്കും. വായിച്ചില്ലേ? അതൊരു പോസിറ്റീവ് ലൈഫാണ്. എല്ലാവർക്കും പറ്റുമോ? പറ്റത്തില്ല.
ഓക്കെ. അതുപോലെ തന്നെ മമ്മൂട്ടി, നമ്മൾ സിനിമ കാണുന്നുണ്ട്, മമ്മൂട്ടിയെ പോലെ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? മമ്മൂട്ടി ഇപ്പോൾ 73 വയസ്സായി. മമ്മൂട്ടിയെ കണ്ട 71. ഇപ്പോൾ ദുൽഖർ മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരു കാലം വരും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് മമ്മൂട്ടിയുടെ മോൻ അഭിനയിക്കും. മമ്മൂട്ടി എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നവരാണ്. അതുപോലെയൊക്കെ ആവണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ല, എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെങ്ങനെ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിന് നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അല്ലേ? നമ്മുടെ ആരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് നമ്മളൊരു വൺസ് വി ക്രോസ് 50 നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഫോർ ഓൾ വിമൻ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് അതിനകത്ത് ഇപ്പം നമ്മൾ BP നോക്കണം. നമ്മുടെ BP ഇയർലി നമ്മുടെ BP, പൾസ്, നമ്മുടെ ഓവറോൾ വെയ്റ്റ്, ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. BP ഒരു 130-80 താഴെ നിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പൾസ് ഒരു റെഗുലറായിട്ട് ഒരു 80-90 ഇടയ്ക്ക് നിൽക്കാനും. പിന്നെ നമ്മുടെ വെയിറ്റ്, ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100 ആണ്. ഇപ്പോൾ ഒരു 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 68 ആണ് കേട്ടോ. അപ്പോൾ ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് പ്രാക്ടിക്കലി എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഐഡിയൽ വെയിറ്റ് ഒന്നും അല്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഐഡിയൽ വെയിറ്റ് ഉണ്ട്. പക്ഷേ ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണങ്ങൾ പറഞ്ഞുതരാം. ഐഡിയൽ വെയിറ്റ്, BP, നമ്മുടെ പൾസ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. BP 130-80 നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, പൾസ് ചെക്ക് ചെയ്യുക, ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ചെക്കപ്പുകൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും റുട്ടീൻ ഹീമോഗ്ലോബിനും ഒക്കെ ഇയർലി എങ്കിലും നോക്കണം എന്നുള്ളതാണ്, വർഷത്തിലൊന്ന്. പിന്നെ ലൈപ്പിഡ് പ്രൊഫൈലും തൈറോയ്ഡ് ഫംഗ്ഷനും ഇയർലി നോക്കണം. തൈറോയ്ഡ് ഫംഗ്ഷൻ, വൈറ്റൽ, നമ്മുടെ LFT, RFT, റീനൽ ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് നോക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് BP മെയിൻറ്റെയിൻ ചെയ്യണം. 130-80 വരെ BP മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. പിന്നെ വേണ്ടത് നമ്മൾ റെഗുലറായിട്ടുള്ള ഒരു ഡയറ്റ്, കാർഡിയക് ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയും. എന്താണ് കാർഡിയക് ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് അറിയാമല്ലോ? നിങ്ങളിപ്പോൾ പലരും ടീച്ചർമാരൊക്കെ ആയിരിക്കും, പലരും ഡോക്ടേഴ്സ് ആയിരിക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളവരായിരിക്കും. പക്ഷേ നമ്മൾ ഇപ്പം നമ്മുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇപ്പോഴത്തെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയറ്റിൽ ഹോൾ ഗ്രെയിൻ ഡയറ്റ് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഗോതമ്പ്, ഓട്സ്, ബ്രൗൺ റൈസ്, ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ്, ഫിഷ്, കേർഡ്, മിൽക്ക് പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ അത് പ്രോട്ടീൻ, കടല, അതുപോലെ തന്നെ കളർ ഫ്രൂട്ട്സ്, അതായത് പപ്പായയോ ഓറഞ്ച്, ബെറീസ്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഇതുപോലെ മൈദ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, ബേക്കറി സാധനങ്ങൾ കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, സോൾട്ട് കുറയ്ക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സോൾട്ട് എത്ര വേണം? നമുക്കൊരു ദിവസം എത്ര സോൾട്ട് ഉപയോഗിക്കാമെന്ന് അറിയാമോ? ഒരു ദിവസം എത്ര സോൾട്ട് ഉപയോഗിക്കാം? നമ്മുടെ ടീസ്പൂണില്ലേ, ടീസ്പൂൺ, വലിയ ടേബിൾ സ്പൂണില്ല, ടീസ്പൂണിൻ്റെ പകുതി 2.5 ഗ്രാം അത്രയേ ഉള്ളൂ അതിനകത്ത് സോഡിയം ക്ലോറൈഡ്. അത്രേ ഒരു ദിവസം മൊത്തം ഉപയോഗിക്കാവുള്ളൂ സോൾട്ട്. ചോറിനകത്ത് കറി ഉപ്പൊഴിക്കുന്നവർ, എന്താ പറയുക, അച്ചാർ എടുക്കുന്നവർ, പപ്പടം കൂട്ടുന്നവർ, ഇതെല്ലാവരും കൂടി ഒരു 2.5 ഗ്രാം ടീസ്പൂണിൻ്റെ അത്രയും ഒരു ദിവസത്തെ ഒരു നോർമൽ സോൾട്ട് റെക്കമെൻഡേഷൻ ഉള്ളൂ. കേട്ടല്ലോ? അപ്പം സോൾട്ട് അത്രയും. പിന്നെന്താ പറയുക, BP മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. സോൾട്ട്, ഷുഗർ, ആഡഡ് ഷുഗർ. ഇപ്പോൾ ഡയബറ്റീസ് ഇല്ലാത്ത ഒരു ഫാമിലിയും നമ്മുടെ കുടുംബങ്ങളിൽ കാണത്തില്ല. അപ്പം നിങ്ങളിൽ പലർക്കും ഡയബറ്റീസ് ഉണ്ടാവും, ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ. പക്ഷേ ഡയബറ്റീസ് ഉള്ളപ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എക്സ്ട്രാ ഷുഗർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫ്രൂട്ടുകളിലൊക്കെ ഷുഗർ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചിലർ പറയാറുണ്ട് ഈ പപ്പായൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പപ്പായയിലെ ഷുഗർ കുഴപ്പമില്ല, പച്ചപ്പഴത്തിലെ ഷുഗർ കുഴപ്പമില്ല. ഒന്നുമല്ല, ഇതിനകത്തൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള പഴങ്ങളാണ് ഇതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഷുഗർ കൂടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള പഴങ്ങൾ എന്ന് പറഞ്ഞാൽ പപ്പായയുണ്ട്, എന്താ പറയുക, നേന്ത്രപ്പഴമുണ്ട്, അതുപോലുള്ള പഴങ്ങൾ. ലൈക്ക് ഇപ്പോൾ ഒരു ഓറഞ്ച് കഴിച്ചെന്നോ ഒരു ആപ്പിളിലോ ഒക്കെ കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ പഴങ്ങൾ, ബാക്കിയുള്ള ബനാന പോലെയുള്ള പഴങ്ങളിൽ കൂടുതലാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ അത് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ഷുഗർ കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പോൾ ഷുഗറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സോൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. ദിസ് ഈസ് ദ നോർമൽ ഡയറ്റ് സ്റ്റൈൽ. അപ്പോൾ കൂടുതൽ വറുത്തതും പൊരിച്ചതും കഴിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പലരോടും. ആഴ്ചയിലൊന്നൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. റെഡ് മീറ്റ് കഴിക്കുന്നത് ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇത് കൂടുതൽ നമ്മുടെ ആ ഒരു ഫാറ്റ്, കൊളസ്ട്രോൾ കണ്ടൻറ്റ്, നമ്മുടെ ഒരു
ബ്ലഡിലെ കൊളസ്ട്രോൾ അത്യാവശ്യം വേണ്ട സാധനമാണ്. ആ കൊളസ്ട്രോൾ കുറഞ്ഞു പോയാൽ നമ്മുടെ കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? കൊളസ്ട്രോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ആ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ വരികയും ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസും തലച്ചോറിലേക്കുള്ള ബ്ലഡ് വെസൽസിലെയും ആ ഒരു ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോവുകയും ഹാർട്ട് അറ്റാക്കും പക്ഷാഘാതവും സ്ട്രോക്ക് പോലെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറയുന്നത്. തീരെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒരു നോർമൽ ലെവലിൽ 100 വരെയൊക്കെയാണ് LDL കൊളസ്ട്രോളിൻ്റെ പറയുന്നത്. അപ്പോൾ ആ ഒരു 100-ലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഡയറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ കൺട്രോൾ വരുന്നില്ലെങ്കിൽ മെഡിസിൻ കൊണ്ട് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യം അത് ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ആ ഹാർട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ റെഗുലറായിട്ട് വേണ്ടത് ഹൃദയ സംരക്ഷണത്തിന് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ് റെഗുലർ എക്സസൈസുകൾ. മുട്ട് വയ്യാതെ ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യാൻ പോകും എന്ന് ചോദിക്കുമ്പോൾ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം നടക്കാനല്ല എല്ലാവരും പറയുന്നത്, നടക്കൂ എന്ന് പറയും. നടക്കാൻ പറ്റുന്നവർക്ക് ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് കൈ വീശി നടക്കണം. ചിലർ പറയും ഞാനിങ്ങനെ എല്ലാ ദിവസവും നടക്കാറുണ്ട്, എനിക്ക് ഷുഗറും കുറയുന്നില്ല, പ്രഷറും കുറയുന്നില്ല, എനിക്ക് അറ്റാക്കും വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. വെറുതെ നടന്നിട്ട് കാര്യമില്ല, കൈ വീശി നടക്കണം. കൈ വീശി സ്വെറ്റ് ചെയ്യണം. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് പതുക്കെ നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? നടക്കാൻ പോകുമ്പോൾ കൈ വീശി നമ്മൾ കുറച്ചൊന്ന് സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നടക്കണം, അല്ലെങ്കിൽ നടക്കേണ്ട കാര്യമില്ല. ഒരു അരമണിക്കൂർ 5 ദിവസമെങ്കിലും നടക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ ഈ നടപ്പിൻ്റെ കാര്യം പറഞ്ഞു. അത് നടക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ കാലിന് മുട്ടിന് വേദനയുണ്ട്, ആർത്രൈറ്റിസ് ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ ചെറിയ ഡമ്പലുകളുണ്ടല്ലോ. ഈ ഡമ്പലെടുത്ത് ജസ്റ്റ് ലിഫ്റ്റ് അപ്പ്, നമ്മുടെ ആ കൈ 2 കൈയിലും ഡമ്പൽ പിടിച്ചിട്ട് വലിയ വെയിറ്റ് വേണ്ട, 1/2 kg 1 kg ഡമ്പൽ പൊക്കി റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം ചെയ്തു പിന്നെ വിട്ടു അങ്ങനെയല്ല. ഈ ചെറിയ ഏത് എക്സസൈസുകളാണെങ്കിലും, യോഗയാണെങ്കിലും, യോഗ ചെയ്യുന്നവരുണ്ടാവും, യോഗ ചെയ്യുക, എക്സസൈസുകൾ, ചെറുതായിട്ടുള്ള എക്സസൈസുകൾ, ബട്ട് ദാറ്റ് ഷുഡ് ബി റെഗുലറായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ അതിനൊരു ഗുണം കിട്ടത്തുള്ളൂ. നമ്മുടെ പേശികൾ, കാർഡിയക് എക്സസൈസുകൾ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു മസിലുകൾ വീക്കാവുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 50 years കഴിയുമ്പോൾ നമ്മുടെ മസിലുകൾ കുറച്ച് വീക്കാവും. അപ്പോൾ അത് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനാണെങ്കിലും തലച്ചോറിനാണെങ്കിലും ഉറക്കം. സ്ലീപ്പ് എത്ര സമയം വേണമെന്ന് പറഞ്ഞാൽ 8 to 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് ആ 8 to 9 hours സ്ലീപ്പ് കിട്ടത്തില്ല. ആ സ്ലീപ്പ് കിട്ടാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാവാം, നമ്മുടെ ഓവർ വെയിറ്റ് കൊണ്ടാവാം. പക്ഷേ ആ ഒരു 8 മണിക്കൂർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പകൽ സമയത്തും ഭയങ്കര സ്ലീപ്പി ആയിരിക്കും, നമ്മുടെ ആക്ടിവിറ്റീസ് വളരെ മോശമായിരിക്കും. അപ്പോൾ അതിന് സ്ലീപ്പ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും. സ്ലീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഹൈജീൻ വേണം. എന്താണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്? രാത്രി നമ്മൾ ഒരു 7 മണിക്ക് മുമ്പ് തന്നെ വൈകിട്ടത്തെ അത്താഴം കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാനിരിക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ വെള്ളം കുടിക്കാനും ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഒരു 10 മണിക്ക് എങ്കിലും കിടക്കാൻ ശ്രമിക്കണം. കിടന്നു കഴിഞ്ഞാൽ ആ കിടക്കുന്ന മുറിയിൽ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടാവണം. മൊബൈൽ ഫോൺ ആ റൂമിലേക്ക് കയറ്റേ ചെയ്യൽ, TV ഒന്നും ആ റൂമിൽ പാടില്ല, ജനലുകളൊക്കെ അടച്ചിട്ടിരിക്കണം. ഒരു പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. വൈകിട്ട് 7 മണിക്ക് മുമ്പ് കുളിക്കുകയും വേണം. നേരത്തെ കുളിക്കണം, നേരത്തെ ഭക്ഷണം അത്താഴം കഴിക്കണം, നേരത്തെ വെള്ളം കുടിക്കണം, നേരത്തെ കിടക്കണം. കിടന്നു കഴിഞ്ഞാൽ ആ മുറിയിൽ ഇരുട്ട് വേണം, പീസ്ഫുൾ ആയിരിക്കണം. TV, മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. ബുക്കും വായിക്കേണ്ട അവിടെ കിടന്നിട്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സ്ലീപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനൊരു പ്രോബിലിറ്റി ഉണ്ട്. സ്ലീപ്പ് വരാതിരിക്കാൻ സോ മെനി റീസൺസ്. ചില ഏർലി മോർണിംഗ് അവേക്കനിങ് വരും, ചിലർക്ക് നേരത്തെ എഴുന്നേക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? അത് ചിലപ്പോൾ അവർക്കൊരു അണ്ടർഗോയിങ് ആങ്സൈറ്റി ഉള്ളവർക്ക്, അണ്ടർഗോയിങ് ചെറിയ ഡിപ്രസീവ് എലമെൻസ് ഒക്കെ ഉള്ളവർക്ക് അവർക്ക് സ്ലീപ്പ് ശരിയാവത്തില്ല. അവർക്ക് ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കും. അല്ലെങ്കിൽ ചിലർക്ക് സ്നോറിങ്, കുറച്ച് കൂർക്കമ്പലി ഉള്ളവർക്ക്, സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക്, അപ്പോൾ അവർക്ക് എന്ത് പറ്റും? ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് സ്ലീപ്പ് പോവും. അപ്പോൾ അതിനെന്താണ് കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി കണ്ടുപിടിച്ച് വേണം ആ സ്ലീപ്പ് ഒന്ന് ശരിയാക്കാൻ. പക്ഷെ ഞാൻ ഈ ജനറലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ അവർ ഹാർട്ട്, ഫോർ അവർ ബ്രെയിൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഹാർട്ടിനെ കുറിച്ചാണ്. ഇനി നമുക്ക് മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റം, നമ്മുടെ ജോയിൻറ്റുകളൊക്കെ കുറേ കഴിയുമ്പോൾ പെയിൻഫുൾ ആവും. അപ്പോൾ ജോയിൻറ്റ് പെയിൻഫുൾ ആകാതിരിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ട്. എസ്പെഷ്യലി ഫീമെയിൽസ് ഹോർമോൺസ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ, ഒരു മെനോപോസ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ശരീരത്തിലെ ഹോർമോൺസ് കുറയും. ഹോർമോൺസ് കുറയുമ്പോൾ ഈ ജോയിൻറ്റുകൾ എഫക്റ്റ് ചെയ്യും, ബോണുകൾ വീക്കാവും. അപ്പോൾ അതിന് നമ്മളൊരു ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഉണ്ട്. ഡെക്സാ സ്കാനിങ്
അത് ചെയ്യുന്നത് നല്ലതാണ്. ഓസ്റ്റിയോപോറോസിസിൻ്റെ ഒരു അളവ് എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് 50 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് കൂടുമ്പോഴെങ്കിലും ഡെക്സാ സ്കാൻ ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. ഡെക്സാ സ്കാനിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ സാധാരണ ഈ കാൽസ്യം ടാബ്ലറ്റുകൾ കഴിക്കാൻ ആളുകളോട് പറയാറുണ്ട്. പക്ഷേ കാൽസ്യം കഴിച്ചുകൊണ്ട് മാത്രമായില്ല, കാൽസ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും കൂടെ കഴിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അതിനൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. സോ ഡോണ്ട് ടേക്ക് കാൽസ്യം അലോൺ. മനസ്സിലായില്ലേ? വൈറ്റമിൻ ഡി റെഗുലർലി ചെക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും രാവിലെ 9 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കൊള്ളണം. ടു കൺവേർട്ട് അവർ വൈറ്റമിൻ ഡി ടു ആക്റ്റീവ് വൈറ്റമിൻ ഡി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബോണുകൾ സ്ട്രോങ് ആകാൻ, നമ്മുടെ ജോയിൻറ്റുകൾ സ്ട്രോങ് ആവാൻ, ആ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഡിലേ ചെയ്യിക്കാൻ. നമ്മൾ എത്രയും ആക്റ്റീവായി ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോണുകൾ സ്ട്രോങ് ആകത്തുള്ളൂ. എസ്പെഷ്യലി ഫീമെയിൽസ് അവർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ, മെനോപോസ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബോണുകൾ വീക്കാവുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും ആക്റ്റീവായിരിക്കണം. പിള്ളേരൊക്കെ വീട്ടിൽ ഇപ്പം വിദേശത്തൊക്കെയുള്ള പിള്ളേരാണെങ്കിൽ അമ്മയോട് എന്നെ വിളിച്ച് പറയും, ഈ അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല, ഇറങ്ങി നടക്കുമെന്ന് പറയും. ഞാൻ പറയും, അത് എന്ത് മര്യാദകേടാണ് നിങ്ങൾ പറയുന്നത്? അവർ നടക്കണം. ദേ ഹാവ് ടു വോക്ക്. അവർ നടന്നേ പറ്റുള്ളൂ. അവർ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ബോണെല്ലാം പിന്നെയും വീക്കായി പോകത്തേ ഉള്ളൂ. വെറുതെ ഇരിക്കരുത്. യു ഹാവ് ടു ബി മോർ ആക്റ്റീവ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എത്രത്തോളം വീക്കാണോ, പക്ഷെ വീഴാൻ നോക്കണം. അപ്പോൾ ജോയിൻറ്റ് പ്രോബ്ലം ഉണ്ട്, ഓക്കെ, പക്ഷേ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ വീടുകളിലെല്ലാം വേണം. ദാറ്റ് ഈസ് ദ ന്യൂ റെക്കമെൻഡ്. നമ്മളിപ്പോൾ പലപ്പോഴും മക്കൾ വീണ് കഴിയുമ്പോഴത്തേക്ക്, അമ്മമാർ വീണ് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ അയ്യോ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും, നമ്മുടെ ഏതെങ്കിലും ആരുടെയൊക്കെ വീടുകളിലുണ്ട് ആ ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഒരു ഹാൻഡ് ഗ്രിപ്പ് ഉള്ളത്? ആരൊക്കെ വീടുകളുണ്ട് ഹാൻഡ് ഗ്രിപ്പ് ഉള്ളത്? യെസ്, ആറ്റിറ്റ്യൂഡ് ഹാവ് ചേഞ്ച്. നമ്മൾ ആ ഹാൻഡ് ഗ്രിപ്പ് വേണം. ടോയ്ലറ്റിൻ്റെ സൈഡിലൊരു ഹാൻഡ് ഗ്രിപ്പ് വേണം നമുക്ക് പിടിച്ചിരുന്നേക്കാൻ. ബെഡ് സൈഡിൽ ആരൊക്കെ ഉണ്ട്? ബെഡിൻ്റെ സൈഡിലും വെക്കണം. ടോയ്ലറ്റിൽ, ബെഡിൻ്റെ സൈഡിൽ, സ്റ്റെയർ കേസിൻ്റെ അവിടെ പിടിച്ച് കയറാൻ ഒരു ഗ്രിപ്പ് വേണം. ആരൊക്കെ വീടുകളിൽ ഇപ്പോൾ പടികളുണ്ട്? വീടിൻ്റെ അകത്ത് കതകിന് പടികളുണ്ടോ? ഇപ്പോൾ കതകിന് പടികളുണ്ടോ? ഇല്ല. അത് പണ്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കതകിന് പടികൾ വെക്കുന്നില്ല. ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ അത് ഉരുട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് പടികളുണ്ടെങ്കിൽ പറ്റത്തില്ല. വീട് വെക്കുമ്പോൾ പടികളുണ്ടാവാൻ പാടില്ല. അകത്ത് ടോയ്ലറ്റിൽ ഒരു മാറ്റിട്ടിട്ടുണ്ടോ? വീടുകളിൽ തെന്നിപ്പോകാത്ത മാറ്റുകളുണ്ടോ? വേണം. ഇറ്റ്സ് എ മസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീഴാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? മാറ്റ് വേണം, ഹാൻഡ് ഗ്രിപ്പ് വേണം, ബെഡ് സൈഡിൽ ഒരു ഗ്രിപ്പ് വേണം, അത്യാവശ്യം സന്ദർഭങ്ങളിൽ എല്ലായിടത്തും ലൈറ്റ് വേണം, കോറിഡോറുകളിൽ ലൈറ്റ് വേണം. ഇതൊക്കെ വീഴാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെരുപ്പ്, ഇപ്പം നിങ്ങൾക്ക് കാലിൽ സ്പർശനശേഷി കുറവ്, ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർ കാലിൽ സ്പർശനശേഷി കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊരു ഗ്രിപ്പുള്ള ഷൂസ് ഇടണം, ഗ്രിപ്പുള്ള ഷൂസ് വേണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഴാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ദീസ് തിങ്സ് ഷുഡ് ബി ദെയർ. പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഞാനൊരു ന്യൂറോ സർജനാണ്. അപ്പോൾ ന്യൂറോ സർജനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിലെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണുന്നത്. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ തലച്ചോറിൽ. പക്ഷേ ഞാൻ പലപ്പോഴും വണ്ടർ ആയിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ഇതൊക്കെ ഓർത്തിരിക്കുന്നത്, എവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ, എവിടെയാണ് നമ്മുടെ ഓർമ്മകൾ, എവിടെയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. സോ ദിസ് ഓൾ ഡീപ്പ് ഇൻസൈഡ്. തലച്ചോറ് എന്ന് പറയുന്നത് വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതിനകത്തൊരു കോടിക്കണക്കിന് നാഡീകോശങ്ങളുണ്ട്. ആ നാഡീകോശങ്ങൾക്കിടയിൽ സൈനാപ്സുകളുണ്ട്, ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഓർമ്മകളും നമ്മുടെ മുമ്പോട്ടേക്കുള്ള നമ്മുടെ ഭാവി പ്ലാനുകളും എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏജ് മുമ്പോട്ട് ആവുന്നതനുസരിച്ചിട്ട് കുറച്ചൊരു കുറവ് ആ ന്യൂറോണുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്ലയൽ കോശങ്ങൾ കുറയുകയും ആ ഗ്ലയൽ കോശങ്ങൾ കുറയുമ്പോൾ ആ ഒരു ബ്രെയിൻ അട്രോഫി വരികയും ചെയ്യും. അപ്പം പതോളജിസ്റ്റ് ആയിട്ടുള്ള മാഡമൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അവനറിയാം ബ്രെയിനൊക്കെ ഇത് സ്ലൈസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ബ്രെയിൻ അട്രോഫി വരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായും നമുക്കുള്ള ഒരു സപ്പോർട്ടിങ് ന്യൂറോണുകൾ കുറയുകയും നമ്മുടെ ഓർമ്മകൾ കുറയുകയും നമ്മുടെ സംസാരങ്ങൾ കുറച്ച് വ്യത്യാസം വരികയും ചെയ്യും. അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സൈനാപ്സുകളെ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ കൂടുതൽ ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സോ വി ഹാവ് ടു ബി മോർ ആക്റ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം? മാസത്തിൽ 2 പുസ്തകങ്ങളെങ്കിലും വായിക്കണം. 2 പുസ്തകങ്ങൾ. ആരെങ്കിലും 2 പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്? യെസ്, 2 പുസ്തകങ്ങളെങ്കിലും വായിക്കണമെന്നാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മുടെ ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കുന്നു, ബ്രെയിൻ കുറച്ചുകൂടെ ഒന്ന് സപ്രസ് ചെയ്യിക്കും. പക്ഷെ അതല്ല, നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 2 പുസ്തകങ്ങളെങ്കിലും പുതിയത് വാങ്ങിക്കൂ. DC ബുക്സ് ഇതുവഴി പോകുന്ന വഴി 2 പുസ്തകം മേടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ദിസ് വിൽ ഹെൽപ്പ് യു പീപ്പിൾ. മനസ്സിലായില്ലേ? എന്തിനാ? നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ
നമ്മൾ ആക്റ്റീവ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ആ ഒരു എന്താ പറയുക, വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം. അപ്പം വായിക്കുക, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ അത് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് തോട്ട് പ്രോസസ്സുകളാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ അറിവുകൾ കിട്ടുന്നു. നിങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകുക. അതായത് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഈ മൊബൈലൊന്നും നോക്കാൻ അറിയത്തില്ല. അപ്പം മൊബൈൽ നോക്കുന്നവരായിരിക്കും ഇവരെല്ലാവരും. ഈ വാട്സാപ്പ് ഒന്ന് നോക്കി ശരിയാക്കി തന്നെ മോനെ എന്ന് കൊച്ചുമോനോട് പറയരുത്. കൊച്ചുമോനോട് ആ വാട്സാപ്പ് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കാണിച്ചു കൊടുക്കണം, ഇതാണ് വാട്സാപ്പിൽ ചെയ്യേണ്ട കാര്യമെന്ന്. മനസ്സിലായില്ലേ? അത്രത്തോളം അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യണം. കാരണം കാലം മാറുന്നതനുസരിച്ചിട്ട് കോലവും മാറണം. നമ്മൾ കുറച്ചുകൂടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും ക്രിയേറ്റീവായിട്ട് ഇടപെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ബെറ്ററായി നിൽക്കും. അതെപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ നമ്മളോട് പെരുമാറുമ്പോൾ, നമ്മുടെ മക്കൾ, ഞാൻ ഇത്രയും കൊഞ്ചിച്ച് ആലോചിച്ച് വളർത്തിയ മോൻ എന്നോട് സംസാരിക്കുന്നില്ല, എൻ്റെ മോള് തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയി എന്നൊക്കെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ സ്വാഭാവികമായിട്ടും പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും നടക്കാത്ത കാര്യമല്ല, ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു നെഗറ്റീവ് ചിന്ത, ആ ഒരു നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുന്നതാണ്. നെവർ മൈൻഡ്. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള, അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ മറ്റുള്ളവരെ തിങ്ക് ചെയ്യാൻ, നമ്മുടെ കുട്ടികൾ ചിന്തിക്കാൻ. നിങ്ങളുടെ ഒരു മൈൻഡ് പ്രോസസ്സ് ആയിരിക്കത്തില്ല നിങ്ങൾ വളർത്തിയ കുട്ടികൾ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല അവനെ വളർത്തിയത്, ഇവളെ ഇങ്ങനെയൊന്നും അല്ല ഞാൻ വളർത്തിയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിനകത്തൊരു നെഗറ്റീവ് ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തിങ്ക് ചെയ്യണം. അതിനകത്ത് ഒരു ഹെൽപ്പ് ചെയ്യുന്ന കാര്യം, നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് നല്ലതായിരിക്കും. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. എന്നാൽ പോലും ചിലർ ഡിപ്രഷനിൽ പോകാം. ഇപ്പോൾ ഒരു നെവർമെൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പോലും ചില ഡിപ്രഷൻ പോകാം. അപ്പോൾ അവരെന്തായിരിക്കും, അവർ കുറച്ചുകൂടെ ഗ്ലൂമി ആയിരിക്കും, അവർ ഐസൊലേറ്റഡ് ആയിരിക്കും, അവർ കുട്ടികളോട് സംസാരിക്കത്തില്ല, അവർ കുറക്കക്കുറവുണ്ടാവും, അവർ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരാവും. അപ്പം അങ്ങനെയുള്ള പലരും കാണുമായിരിക്കും. 100 പേരുണ്ടെങ്കിൽ ഒരു 100 പേരിയ്ക്കുന്നതിനകത്തൊരു മിനിമം ഒരു 5 ആളുകൾക്കെങ്കിലും അവർക്കൊരു ന്യൂറോസിസ്, ഒരു സൈക്കോസിസ് സിംറ്റംസ് ഉള്ളവരുണ്ടായിരിക്കും. അതിനകത്തൊരു ഡിപ്രഷൻ എലമെൻറ്റ് കാണും, ആങ്സൈറ്റി ഉള്ളവരുണ്ടാവും. അപ്പോൾ അത് പിക്ക് ചെയ്യണം. എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ പലപ്പോഴും ഈ ആളുകൾക്ക് ഒരു ഡിപ്രഷൻ എലമെൻ്റ് ഉള്ളപ്പോൾ അവർ കൂടുതലും മെമ്മറി എഫക്റ്റ്, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ ഒരു സ്യൂഡോ ഡിമെൻഷ്യ ആയിട്ട് കാണിക്കും. ഓർമ്മക്കുറവ്. നമ്മൾ എവിടെ സാധനം വെച്ചു എന്ന് അറിയത്തില്ല, ഏത് റൂമിൽ. ഇപ്പം നമ്മൾ പലപ്പോഴും റൂമിൽ കയറിയിട്ട് ഞാൻ എന്തിനാ ഈ റൂമിൽ വന്നേ എന്ന് ആലോചിക്കത്തില്ലേ? എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ എന്ന് ആലോചിക്കുമല്ലോ. അതിൻ്റെ ഒരു കോമൺ റീസൺ എന്തായിരിക്കും? അവർക്ക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ടായിരിക്കും, അവർക്ക് ഡിമെൻഷ്യ ഉള്ളതുകൊണ്ടായിരിക്കും? ആണോ? ആയിരിക്കത്തില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൾട്ടി ടാസ്കിങ്. നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പം എൻ്റെ അടുത്ത് പല പേഷ്യൻസ് വരും, സാറേ അമ്മയ്ക്ക് തീരെ ഓർമ്മയില്ല, എല്ലാം പോയി എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആളുകൾക്ക് ഈ മെമ്മറി പ്രോബ്ലം വരുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇവർ കൂടുതൽ ശ്രദ്ധിക്കാതെ വരുന്നതിൻ്റെ കാരണം, ദേ ഹാവ് മൾട്ടി ടാസ്കിങ്. പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളോട് അമ്മമാരോട് എനിക്ക് പറയാനുള്ള, ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. പല കാര്യങ്ങളും മനസ്സിലിട്ടുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡിഗ് തിങ്സ് പ്രോപ്പർലി. മനസ്സിലായില്ലേ? അപ്പോൾ 1-2 കാര്യങ്ങൾ, ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ട് അയ്യോ പിള്ളേരുടെ കാര്യം അവർ വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും ഗ്യാസിൻ്റെ കാര്യം മറന്നു പോകില്ലേ? ഗ്യാസ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത് മൾട്ടി ടാസ്കിങ് ഉള്ളതുകൊണ്ടാണ്. മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് മെമ്മറിയെ നമ്മുടെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പുതിയ പുസ്തകങ്ങൾ വായിക്കുക, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു ഗാദറിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരു ഗ്യാതറിങ് വരുമ്പോൾ നിങ്ങൾ ആളുകൾ സോഷ്യലി ഇൻട്രാക്റ്റീവ് ആകുക. വി എസ് അച്യുതാനന്ദൻ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിലും പുള്ളി 90 വയസ്സ് വരെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. ഹി വാസ് വെരി ആക്റ്റീവ് ടിൽ 90 ഇയേഴ്സ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം വായിക്കുമായിരുന്നു, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു, സോഷ്യലി ആക്റ്റീവ് ആയിരുന്നു. അപ്പം യു പീപ്പിൾ ഓൾസോ ഷുഡ് ബി സോഷ്യലി ആക്റ്റീവ്. സമൂഹത്തിൽ ഇടപെടുകയും സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും കൂട്ടുകാരുടെ ആയിട്ട് ഇടപെടുകയും ചെയ്യുന്നവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നത്. അവരുടെ മെമ്മറി ആയിരിക്കും കൂടുതൽ ബൂസ്റ്റ് ആയിരിക്കും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമല്ല വേണ്ടത് എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പം നമ്മുടെ 1-2 ഓർഗൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ജനറൽ ചെക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു, കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മുടെ ഒരു ഹോർമോൺ
ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോർമോൺ ചേഞ്ചസ് വരുമെന്നുള്ളത്. അപ്പോൾ എസ്പെഷ്യലി ഫീമെയിൽസ് റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചിലർക്കൊരു യൂറിനറി ഇൻകോണ്ടിനൻസ് കാണും. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചുമച്ചാൽ യൂറിൻ പോകും. ഒരു സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കാണും, യൂറിൻ ഇൻകോണ്ടിനൻസ് കാണും, പ്രൈവറ്റ് ഏരിയയിൽ ഇച്ചിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. ദിസ് ആർ ആൾ ഡ്യൂ ടു ഹോർമോൺ ചേഞ്ചസ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വജൈനൽ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുന്നതാവാം. അപ്പോൾ ഗർഭപാത്രം കുറച്ച് താഴേക്ക് ഇറങ്ങാം, ഹോർമോൺ ചേഞ്ച് വരാം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടൊന്ന് വാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ, നമ്മുടെ ഹൈജീനെ, നമുക്കെപ്പോഴും ഹൈജീനിക് ആയിരിക്കണം വേണ്ടേ, നമ്മുടെ ഹൈജീനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ സെൽഫ്, ഇപ്പോൾ ക്യാൻസർ അവയർനെസ്സിൻ്റെ ഒരു ക്ലാസ് ഇത് ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ മന്ത്ലി നിങ്ങൾ ചെയ്തിരിക്കണം, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ മാമോഗ്രഫി ആഫ്റ്റർ 50 years ചെയ്യണം എന്നുള്ളതാണ്. സ്റ്റിൽ 73 years വരെ ഒരു 2 yearly എങ്കിലും മാമോഗ്രാം ചെയ്യേണ്ടത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാപ്സ്മിയർ എക്സാമിനേഷൻ 65 വയസ്സ് വരെ പാപ്സ്മിയർ, നമ്മുടെ സർവൈക്കൽ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യാനുള്ള പാപ്സ്മിയറുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്യാൻസർ സ്ക്രീനിങ്ങും കോളോറെക്ടൽ ക്യാൻസർ നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിൽ ആ റെക്കമെൻഡേഷൻ വരുന്നുള്ളൂ. 10 years കൂടുമ്പോഴെങ്കിലും കോളോറെക്ടൽ ക്യാൻസറിൻ്റെ ഒരു കൊളോണോസ്കോപ്പി 50 years കഴിഞ്ഞാൽ നോക്കണമെന്നുള്ളതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് പല ഓർഗൻസിൻ്റെ വാക്സിനേഷൻസ്, ചിലരിപ്പോൾ പുറത്തൊക്കെ പോകുന്നവരോ വിദേശത്ത് മക്കളെ കാണാൻ പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ വാക്സിനേഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ന്യൂമോകോക്കൽ, ഇൻഫ്ലുവൻസ വാക്സിൻസ്, അപ്പോൾ അങ്ങനെയുള്ള വാക്സിനേഷൻസ് ഉണ്ട്. പോകുന്നതിന് മുമ്പ് നമ്മുടെ റെഗുലർ പ്രാക്ടീഷണറെ, നമ്മൾ ആരെങ്കിലും ഒരു പ്രാക്ടീഷണർ, നമുക്കൊരു ഫാമിലി മെഡിസിൻ ആരെങ്കിലും ഉള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ അവരെ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുകയും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൺസേൺ ചെയ്യുന്ന റെഗുലർ ചെക്കപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ശരീരത്തിലേ ഉള്ളൂ, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നുള്ളൊരു സത്യമായ കാര്യമാണ്. ആരോഗ്യമുള്ള മനസ്സിലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ടേക്കൊരു പോസിറ്റീവ് ഒരു തോട്ട് പ്രോസസ്സ് വന്നാലേ ഉള്ളൂ നമുക്കത് മുമ്പോട്ട് ജീവിക്കാനുള്ള, മുമ്പോട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൺസെപ്റ്റ് വരുള്ളൂ. എന്നാലേ ഉള്ളൂ നമ്മളൊരു സ്പിരിച്വലി നമ്മുടെ ഒരു എന്തിനാണ് ഇതൊക്കെ ഏജ്, ചിലരും പലപ്പോഴും ഈ അവസാനമൊക്കെ ഒരു കുറച്ചൊരു ഏജും കഴിഞ്ഞ് ജീവിതം അങ്ങ് മടുത്തു, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ് അവരുടെ മനസ്സിലേക്ക് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള കൂട്ടായ്മകളിൽ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കാളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എനർജി നമുക്ക് കിട്ടുന്നതാണ്. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിന വധീനമസ്തു എന്നാണ് പറഞ്ഞത്. സഹനാവവതു, നമ്മൾ ഒരുമിച്ചിരിക്കുക, നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് തേജസ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്പിരിച്വലി കുറച്ചുകൂടെ ബെറ്റർ ആവും. സ്പിരിച്വലി എന്താ പറയുക, ഈ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്തുണ്ട്, കഠോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്തുണ്ട്. കഠോപനിഷത്തിൽ ഒരു കഥയുണ്ട്. അപ്പോൾ ഒരു നചികേതസ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, നചികേതസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാജിശ്രവസ് എന്ന് പറഞ്ഞൊരു മുനി, അദ്ദേഹം യാഗം നടത്തുമ്പോൾ കുറച്ച് പശുക്കളെ ദാനം ചെയ്തു. പശുക്കളെ ദാനം ചെയ്തപ്പോൾ അതിൻ്റെ പശുവിൻ്റെ പല്ലൊക്കെ പൊഴിഞ്ഞതിനെയൊക്കെയാണ് മുനി കൂടുതൽ ആളുകൾക്ക് കൊടുത്തത്. അപ്പോഴത്തേക്കും മോൻ ചോദിച്ചു, ഇതെന്താ അച്ഛൻ എങ്ങനെ കൊടുക്കുന്നത്, നല്ല പശുക്കളെയൊക്കെ കൊടുത്തുകൂടെ ചോദിച്ചപ്പോൾ മുനി ഒന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മോൻ ഒന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ ആർക്കാ ദാനം ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ യമലോകനാണ് കൊടുക്കുന്നു പറഞ്ഞു, യമദേവന് കൊടുക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞ. അപ്പോൾ കുട്ടി അത് കേട്ടിട്ട്, ഇപ്പോൾ അച്ഛൻ ഇത്രയും വലിയ മുനിയാണ്, അദ്ദേഹം എന്നെ യമദേവന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു കഥയാണ് കേട്ടോ. അപ്പോൾ യമദേവൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, യമദേവൻ്റെ യമലോകത്തെത്തിയിട്ട് നമ്മുടെ മോൻ പറഞ്ഞു, നചികേതസ് പറഞ്ഞു, എന്നെ യമദേവന് കൊടുക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മരണം ഉണ്ടാവാതിരിക്കാൻ, എനിക്ക് യമദേവന് കിട്ടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ യമദേവൻ കുട്ടിയോട് പറഞ്ഞു, മരണമുണ്ടാവാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ആ മരണം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല വേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആത്മാവെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അതുണ്ടെന്ന്, അതുള്ള ഒരു ഇപ്പം ആ ആത്മാവ് നമ്മുടെ ശരീരത്തിലുള്ള ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ലാസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ടോക്ക് ഈസ് സ്പിരിറ്റ്, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്.
ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, നമ്മുടെ മരണം എന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ആത്മാവെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതൊരിക്കലും അവസാനിക്കുന്നില്ല. ദിസ് ഇസ് ഫ്രം വൺ, നമ്മളൊരു ഹിന്ദു മിത്തോളജിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളൊരു ഹിന്ദു മിത്തോളജി പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മുടെ ആ ഒരു ശരീരത്തിൽ നമ്മൾ ഒരു ജീവികളും ഒരിക്കലും മരിച്ചാൽ പോലും അവരുടെ ശരീരത്തിലെ ആ ആത്മാവെന്ന് പറയുന്ന ഒരിക്കലും മരിക്കുന്നില്ല. അത് ഒന്നിൽ ദൈവത്തിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഈ എന്താ പറയുക വേറെ കൺസെപ്റ്റുകളിലേക്കൊക്കെ മാറിപ്പോകുന്നതാണ്. അപ്പം ഒരിക്കലും നമുക്ക് മരണമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ആരായാലും ഒരു ജീവികളാണ്. അപ്പോൾ ഹിന്ദു മിത്തോളജി അനുസരിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പം ജനിച്ചു വീഴുന്ന മനുഷ്യരെല്ലാവരും അവസാനം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമല്ലോ. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു തത്വചിന്താപരമായ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ സ്പിരിച്വലി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള പല അർത്ഥങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, നല്ല തോട്ട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല ലൈഫ്, ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് നമുക്കുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ടോക്ക് കൊണ്ട് ആരെങ്കിലുമൊക്കെ കുറച്ച് പേരെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ടേക്ക് ഹോം മെസ്സേജ്, ഈ നമ്മുടെ പ്രധാനമായിട്ടും പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് കേട്ടോ. ജോയ്ഫുൾ ലൈഫ്, എപ്പോഴും ഒരു സന്തോഷം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഇന്ന് ചെയ്യണമെന്നതിനെക്കുറിച്ച് അറിയിക്കുക. ക്രിയേറ്റീവ് ലൈഫ്, ക്രിയേറ്റീവ് ആയിരിക്കുക. എല്ലാ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക. അതോട് തന്നെ പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ്, പ്രോപ്പറായിട്ടുള്ള എവാലുവേഷൻ, എന്താ പറയുക, നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല നമ്മുടെ കുട്ടികൾക്കും ഈ പറഞ്ഞ മെസ്സേജസ്, ഞാനീ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ മാത്രം നിൽക്കാനല്ല, നിങ്ങളുടെ വീടുകളിൽ പോയി നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അവരും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടവരാണ്. സോ നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ ഫാമിലിയിൽ ബാക്കിയുള്ളവരോട്, നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക. അത് ദാറ്റ് വിൽ ഹെൽപ്പ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? താങ്ക് യു.